നമസ്കാരം. ദർശന സർവീസ് സൊസൈറ്റി ഒരുക്കുന്ന ഒരു ചെറുകഥ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ലിസി ടി.എൽ. ഇന്ന് നമുക്ക് നല്ല ഒരു അയൽക്കാരൻ്റെ കഥ കേൾക്കാം. അമ്മാമ്മ മക്കൾക്ക് നല്ലൊരു കഥ പറഞ്ഞു തരട്ടെ? എല്ലാ മക്കളും ഓടി വായോ. നല്ലൊരു കഥ, നമ്മുടെ ഇപ്പോൾ തന്നെ ജീവിച്ചിരിക്കുന്നവരുടെ ഇടയിലുള്ള ഒരു നല്ല കഥ നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. എല്ലാവരും ഓടി വായോട്ടാ. അമ്മമ്മയുടെ അടുത്തിരിക്കേ, ചുറ്റോറിയിരുന്നോളൂട്ടാ. അപ്പൊ എന്നാ കഥ തുടങ്ങാം. നമ്മള് സമരിയക്കാരന്റെ കഥ കേട്ടിട്ടില്ലേ ബൈബിളിലെ? ആ കഥ, അത് നല്ല നല്ല സമരിയക്കാരന്റെ ഒരു കഥ കേട്ടിട്ടില്ലേ ബൈബിളിലെ? അതുപോലത്തെ ഒരു കുഞ്ഞൊരു കഥ നമുക്ക് പറഞ്ഞു തരാട്ടാ മക്കൾക്ക്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. അപ്പൊ നമ്മുടെ അമ്മാമ്മ ആശുപത്രിയിലേക്ക് പോണില്ലേ ജോലിക്ക്? അമ്മാമ്മയുടെ ആശുപത്രിയിൽ ഉണ്ടായ ഒരു സംഭവമാണ് കേട്ടോ പറയണത്. അമ്മാമ്മയുടെ ആശുപത്രിയിലെ ഡോക്ടർമാര് അമ്മമ്മയുടെ ആശുപത്രിയിലത്തെ തൊട്ടടുത്ത വീട്ടിലത്തെ ഒരു കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾക്ക് അവിടെ ഒരു കുഞ്ഞൊരു വീടുണ്ട്. ഉഷാ മന്ദിരം എന്നാണ് ആ വീടിന്റെ പേര്. ആ വീട്ടിലെ ഒരു മാഷും ടീച്ചറും ഉണ്ടായിരുന്നു. ആ ടീച്ചർക്കും മാഷ്ക്കും 3 മക്കളുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയും 2 ആൺകുട്ടികളും. 3 മക്കൾക്കും കുറേശ്ശെ ബുദ്ധിമാന്യം ഉള്ളവരായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരീശെ മന്ദബുദ്ധികളായിരുന്നു എന്ന് പറയാം വേണമെങ്കിൽ. അതുപോലെ അപ്പൊ എന്നാ വെച്ചെങ്കിൽ ശരിക്കും മന്ദബുദ്ധികളല്ലേനും, കുറേശ്ശെ ബുദ്ധി ഉണ്ട് അവർക്ക്. അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലൊക്കെ അവര് സമ്മതിക്കും, കേൾക്കുകയൊക്കെ ചെയ്യും. നല്ല മക്കളായിരുന്നു. എന്നാലും കുറച്ച് അവർക്ക് എന്തോ ഒരു കുറച്ച് കുറവുണ്ട്. അപ്പൊ ടീച്ചർക്കും മാഷ്ക്കും ഭയങ്കര വിഷമായിരുന്നു ഈ മക്കളെ കുറിച്ച് ആലോചിച്ചിട്ട്. നല്ല വിഷമുണ്ടായിരുന്നു ടീച്ചർക്കും മാഷ്ക്കും. ഈ മക്കള് 3 ആളും ഈ മന്ദബുദ്ധികൾ പോലെ ആയ കാരണം അവരുടെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ അവരെന്നെ ഉപേക്ഷിച്ചു. ആരും അവരെന്നെ നോക്കാനില്ല. അതുകൊണ്ട് ടീച്ചർക്ക് ഒന്നും കൂടി വിഷമം കൂടി. ടീച്ചറുടെയും മാഷിന്റെയും പേര് അമ്മാമ്മയ്ക്ക് അറിയില്ല കേട്ടോ എന്തെന്നാന്ന്. ഞങ്ങൾ ചെല്ലുമ്പോ തൊട്ട് അമ്മാമ്മ കുഞ്ഞു ചെറുപ്പത്തിലെ 17 വയസ്സ് തൊട്ട് ജോലിക്ക് പോയി തുടങ്ങിയതാണ് അവിടേക്ക്. അപ്പൊ അവിടുന്ന് ഞങ്ങൾ ടീച്ചർ മാഷ് എന്നാണ് പറയണത് കേട്ടേക്കണതും ഞങ്ങൾ പറയാറുള്ളതും അങ്ങനെ തന്നെയാ. അതുകൊണ്ടാണ് ഞാൻ ടീച്ചർ മാഷ് എന്ന് പറയണേ കേട്ടാ. അപ്പൊ ഈ മക്കള് 3 ആളും മന്ദബുദ്ധികളായ കാരണം അവർക്ക് ആരും സഹായത്തിന് ഉണ്ടായിരുന്നില്ല. അയൽവക്കക്കാര് എന്ന് പറയാനായിട്ട് അവിടെ ആ സമയത്ത് അവരുടെ ജനിച്ച് കുഞ്ഞു മക്കളായിരുന്നപ്പോ അവിടെ ആ പ്രദേശത്തൊന്നും വീടുകൾ അധികം ഉണ്ടായിരുന്നില്ല. ഒരു സ്കൂളാണ് ഉണ്ടായിരുന്നത്. ആ സ്കൂൾ കഴിഞ്ഞിട്ട് വേണം ഒരു വീട്. അപ്പൊ അധികം അയൽവക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളത് ഈ സ്കൂൾ കഴിഞ്ഞിട്ടുള്ള ഈ വീടാണ്. അതൊരു ഡോക്ടറുടെ വീടാണ്. 2 ഡോക്ടറും ഡോക്ടറുടെ ഭാര്യയും ഡോക്ടർമാര് തന്നെയാ. 2 ഡോക്ടർമാര് തന്നെയാ. അപ്പൊ ഡോക്ടറുടെ ഭാര്യ ഇടയ്ക്ക് വന്ന് ഇവരെയൊക്കെ സന്ദർശിക്കാറുണ്ട്. ഇവരുടെ വിശേഷങ്ങളും മാഷിനോടും ടീച്ചറോടും ഒക്കെ ചോദിച്ചറിയാറുണ്ട്. നല്ല ഡോക്ടറായിരുന്നു ആ ഡോക്ടറെ. അപ്പൊ ഡോക്ടറുടെ ഭർത്താവും നല്ല ഡോക്ടറായിരുന്നു. അപ്പൊ അവര് വിശേഷങ്ങളൊക്കെ പറയും. ടീച്ചറും മാഷും എപ്പോഴും ഇവരെന്നെ വിളിക്കും. അപ്പൊ എന്തെങ്കിലും വയ്യായ്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഡോക്ടറുടെ ആശുപത്രിയിൽ കൊടുന്നിട്ട് ചികിത്സിച്ച് ഭേദമാക്കിയിട്ട് അവർക്ക് വീട്ടിലേക്ക് വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കും. പിന്നെ എന്തെങ്കിലും വേണമെങ്കിലൊക്കെ മേടിച്ചു കൊടുക്കും. ഈ ഡോക്ടർമാര് അവര് വീടിന്റെ ഈ സ്കൂൾ കഴിഞ്ഞിട്ട് വേണിട്ട് അവര് വീട് കുറച്ച് വഴി നടന്നു വന്നിട്ടാണ് ഈ ഡോക്ടർമാർ ഇതൊക്കെ ചെയ്യണേട്ടാ. എന്നാലും മാഷിനും ടീച്ചർക്കും നല്ല സന്തോഷായി അപ്പൊ ഈ അയൽവക്കക്കാരുള്ളത്. അപ്പൊ അതുകൊണ്ട് മാഷിനും മനസ്സിൽ സന്തോഷം. മക്കളേനെ ഒരാളെ ഏൽപ്പിക്കാനായിട്ട് ഒരാളായല്ലോ എന്നുള്ളതില് മാഷിനും സന്തോഷായി, ടീച്ചർക്ക് അതിലേറെ സന്തോഷായി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോണ്ട് മാഷിന് പെട്ടെന്ന് വയ്യാണ്ടായി. അസുഖം ബാധിച്ച് മാഷ മരിച്ചു. അപ്പൊ ടീച്ചർ തന്നെയായി. അപ്പൊ ടീച്ചർ തന്നെയായപ്പോ ഈ കുട്ടികളെ ടീച്ചറും കൂടിയിട്ട് ടീച്ചർക്ക് ജോലിക്ക് പോകണ്ടേ. അപ്പൊ ഈ 3 കുട്ടികളും മന്ദബുദ്ധികൾ പോലത്തെ കുട്ടികളല്ലേ, ഇവരെന്നെ ഇവിടെ ഇട്ടിട്ട് പോവാൻ പറ്റുമോ? അങ്ങനെ ഇരിക്കുമ്പോ ഈ ഡോക്ടർ ഒരു ചേച്ചീനെ അങ്ങോട്ട് വിടും അവരെന്നെ നോക്കാനൊക്കെ ആയിട്ട്. ഇവിടെ ആശുപത്രിയിൽ ജോലിയുള്ള ഒരു ചേച്ചീനെ അങ്ങോട്ട് പറഞ്ഞയക്കും. അവരെന്നൊക്കെ ശുശ്രൂഷിച്ചോളോ, അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ കൊടുത്തോളോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടേക്ക് പറഞ്ഞയക്കും. അവരുടെ വീടിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കും. അങ്ങനെ അവര് പോയിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്യലും പിന്നെ അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കലും ഒക്കെ ചെയ്തിട്ട് അവര് വരും.
അങ്ങനെ ഈ ടീച്ചർക്ക് അപ്പൊ സമാധാനായി. ടീച്ചർ ജോലിക്ക് പോയി വരുമ്പോഴേക്കും നല്ലോണം പോലെ നല്ല ഇതില് ഡോക്ടർമാര് ഈ കുട്ടികളെന്നെ നോക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഇരുന്നു ട്ടാ. ഈ ഡോക്ടർമാർക്ക് ഒരു മോളും ഒരു മോനും ഉണ്ട് ട്ടാ. ഒരു മോളും ഉണ്ട് ഒരു മോനും ഉണ്ട്. അപ്പൊ അവര് കളിക്കാനൊക്കെ വരും ഇവരെടുത്തിക്ക്. അങ്ങനെ അങ്ങനെ ജീവിച്ചു പോകുമ്പോ മൂത്ത ചേട്ടനാണെങ്കി ഉണ്ണേട്ടൻ എന്ന പേര്. ഉണ്ണേട്ടനാണെങ്കി കാലുമ്മ മന്തൊക്കെ ഉണ്ടായിരുന്നു. രണ്ട് കാലുമ്മലും നല്ലോണം മന്തായിട്ട് പഴുത്തിട്ടൊക്കെ പുഴുവൊക്കെ വരും. അങ്ങനെ വേദനയൊക്കെ സഹിച്ച് നടക്കും ഉണ്ണിയേട്ടൻ. വലിയ കുട്ടികളായപ്പോഴേ അപ്പൊ രണ്ട് കാലുമ്മലും നല്ലോണം മന്ത് പോലത്തെ അങ്ങനെ നീര് വന്ന് മുട്ടിയിട്ടേ നല്ല മന്തായിരുന്നു. പുഴുവൊക്കെ വന്നിട്ടേ ഉണ്ണിയേട്ടനെ പറ്റണുണ്ടായിരുന്നില്ല വയ്യാണ്ട്. അപ്പൊ എന്തെങ്കിലും പുഴുവൊക്കെ വരുമ്പോ നമ്മുടെ സാറ് വന്നിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഡോക്ടർ സാറ് വന്നിട്ട് പുഴുവിനൊക്കെ എടുത്ത് കളഞ്ഞ് ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് കൊടുത്ത് ഉണ്ണിയേട്ടന്റെ കാലൊക്കെ സുഖാക്കും. അങ്ങനെ ഇരിക്കുമ്പോണ്ട് ടീച്ചർക്ക് പിന്നെ പെട്ടെന്ന് വയ്യാണ്ടായി. ടീച്ചർക്ക് വയ്യാണ്ടായപ്പോ ഡോക്ടറമ്മ വന്നിട്ട് ടീച്ചറിനെ ശുശ്രൂഷിക്കും, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ ഒരാളെനെ അവിടെ നിർത്തി കൊടുത്തു, ഒരു ചേച്ചീനെ നിർത്തി കൊടുത്തു. അങ്ങനെ സഹായങ്ങളൊക്കെ ചെയ്തു. ഒരു വീട്ടിലത്തെ ബന്ധുക്കൾ ചെയ്യണേക്കാട്ടും കൂടുതൽ സഹായം ഈ ഡോക്ടറമ്മ ചെയ്തു കൊടുത്തു അവർക്ക്. അങ്ങനെ ഈ ഡോക്ടറമ്മ ആ ടീച്ചർക്ക് നല്ലൊരു ആശ്വാസമായി. അപ്പൊ അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോണ്ട് ടീച്ചർക്ക് വയ്യായി അധികമായി. പിന്നെ ഈ ഉണ്ണിയേട്ടനാണെങ്കിൽ ഇത്തിരി വയ്യായി അധികമായിട്ട് ഉണ്ണിയേട്ടൻ മരിച്ചു. അപ്പൊ ടീച്ചർക്ക് വയ്യാണ്ടായിട്ട് ടീച്ചറും മരിച്ചു. അപ്പൊ പിന്നെ ആകെ രണ്ടാളായി. പിന്നെ വേണേട്ടനും ഉഷേച്ചി മാത്രമായി, രണ്ടാള് മാത്രമായി. പിന്നെ അവരിങ്ങനെ ജീവിച്ച് ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോ ഈ ഡോക്ടറമ്മയും ഡോക്ടർ സാറും ഒക്കെ കൂടിയിട്ട് ഇവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. വയ്യായ വന്ന ആശുപത്രി കൊണ്ടുപോയിട്ട് ചികിത്സിക്കുകയൊക്കെ ചെയ്യും. എല്ലാതും അവർക്ക് ചെയ്തു കൊടുത്തിരുന്നു. അങ്ങനെയാണ് പോയിരുന്നത്. പിന്നെ ഡോക്ടർക്കും വയ്യാണ്ടായി. ഡോക്ടർ സാറിന് വയ്യാണ്ടായപ്പോ സാറിന് വയ്യാണ്ടായി. കുറച്ച് നാളൊക്കെ സാറിന് വയ്യാണ്ടായിട്ടിരുന്നു. അപ്പൊ ടീച്ചർ ഡോക്ടർ മാഡം പോയിട്ട് ഡോക്ടറമ്മ പോയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുത്ത് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അങ്ങനെ മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഈ ടീച്ചറ് മരിക്കുമ്പോ ഇവരെന്നെയാണ് ഏൽപ്പിച്ചു കൊടുത്തേക്കുന്നത്. മക്കളെനെ നോക്കിക്കോളോട്ടാ, എൻ്റെ മക്കളെനെ നോക്കിക്കോളോ, അവർക്കൊരു കുറവും വരുത്തരുതെന്ന് പറഞ്ഞിട്ടാണ് ടീച്ചർ മരിച്ചേക്കണത്. അപ്പൊ ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ച കാരണം ടീച്ചറും മാഷും സമാധാനായിട്ടാ മരിച്ചത്. ഒന്നിനും ഒരു കുറവുണ്ടാവില്ല ടീച്ചറുടെ മക്കൾക്ക് ഒരു കുറവും ഉണ്ടാവാണ്ട് ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടാണ് ഈ ഡോക്ടറമ്മ അവരെന്നെ ഏറ്റെടുത്തത്. അങ്ങനെ സ്വന്തക്കാരും ബന്ധുക്കളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ അയൽവക്കത്തായിട്ട് ഈ ഡോക്ടറമ്മയാണ് ഏറ്റെടുത്തത്. അങ്ങനെയാണ് ഇരിക്കുമ്പോഴാണ് ഡോക്ടർ സാറിന് വയ്യാണ്ടായിട്ട് സാറിന് മരിച്ചു. അപ്പൊ ഈ ഡോക്ടറമ്മ മാത്രമായി. ഡോക്ടറമ്മയും മക്കളും ഡോക്ടർക്ക് രണ്ട് മക്കളുണ്ട് കേട്ടാ. ഒരു ആൺകുട്ടിയുണ്ട് ഒരു പെൺകുട്ടിയുണ്ട് കേട്ടാ. മോൻ ഡോക്ടറായി, മോള് ടീച്ചറാങ്ങടാ. അപ്പൊ അവരൊക്കെ വന്നിട്ട് ഇവരതിനൊക്കെ സഹായിക്കൊക്കെ ചെയ്യും. അപ്പൊ അവസാനം എന്തിട്ടുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡോക്ടറമ്മ ഇവരതിനൊക്കെ നോക്കും, ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും, ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ആയിട്ട് നടന്ന് സഹായിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോണ്ട് വേണേട്ടനെ തീരെ വയ്യാണ്ടായി. വേണേട്ടനെ ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ട് ഗ്ലൂക്കോസൊക്കെ കയറ്റും. അങ്ങനെ വേണേട്ടനും വയ്യാണ്ടായി തുടങ്ങി. പിന്നെ ഡോക്ടറമ്മയ്ക്കാണെങ്കിൽ വയ്യാണ്ടായി, ഡോക്ടറമ്മ മരിച്ചു. അങ്ങനെ വേണേട്ടനും ഉഷേച്ചിയും തന്നെയായി. അപ്പൊ ഡോക്ടറമ്മയുടെ രണ്ട് മക്കളുണ്ട്, മോനുണ്ട്. മോള് ഇവിടെ ഇല്ലേ, മോള് കല്യാണം കഴിച്ചിട്ട് ഭർത്താവിന്റെ വീട്ടിലാണ്. മോനും ഭാര്യയുണ്ട്. അവര് രണ്ടാളും ഡോക്ടർമാര് തന്നെയാണ്. അവര് രണ്ടാളും ഈ മക്കളെനെ, ഈ വേണേട്ടനെ ഉഷേച്ചേനെയും നല്ലപോലെ നോക്കി വേണേട്ടന് വയ്യാണ്ടായിട്ട് വേണേട്ടൻ മരിച്ചു. ഇപ്പൊ ഉഷേച്ചി തന്നെയുള്ളൂ. ഉഷേച്ചി തന്നെയായ കാരണം ഒരു ചേച്ചീനെ കുറച്ച് നാളൊക്കെ നിർത്തി, ഇവിടുത്തെ മോനായിട്ടുള്ള ഡോക്ടറെ. അപ്പൊ കുറച്ച് നാളൊക്കെ നിർത്തി. ഇപ്പൊ ഈ ഉഷേച്ചിനെ ഒരു ആശ്രമത്തിലെ കൊണ്ടാക്കി, പൈസയൊക്കെ കെട്ടിയിട്ട് നല്ലൊരു ആശ്രമത്തില് കൊണ്ടാക്കി. അപ്പൊ ആശ്രമത്തിൽ നിന്ന് വയ്യാണ്ടായാലും ഉഷേച്ചിക്ക് രവി സാറ് നോക്കണം എന്നാണ് പറയണത്. രവി സാറിന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് രവി സാർ എന്നെ കൊണ്ടുവന്നിട്ട് ഡോക്ടറെ കാണിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെ
നല്ലൊരു അയൽവക്കത്തെ മക്കളും അച്ഛനും അമ്മയും മക്കളും ഒക്കെ നല്ല സഹായം ചെയ്തു കൊടുത്ത കാരണമാണ് ഈ ഉഷേച്ചി വേണേട്ടനും നല്ല രീതിയിൽ ജീവിച്ചത്. അവർക്ക് മന്ദബുദ്ധികളല്ലേ, അവർക്കും ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ നല്ലൊരു അയൽവക്കം ഉണ്ടായത് കൊണ്ട് അവര് നല്ലതില് സന്തോഷമായിട്ട് ജീവിച്ചു. ഇപ്പോഴും ഉഷേച്ചി ജീവിച്ചിരിക്കുന്നുണ്ട് കേട്ടാ. ഉഷേച്ചി ഒരു ആശ്രമത്തിലുണ്ട് ഇപ്പോഴും. ഡോക്ടറുടെ മക്കള് രണ്ടാളും ഇവിടെ ഉണ്ട് കേട്ടാ, വീട്ടിലുണ്ട്. അവരുടെ ആശുപത്രിയിൽ അമ്മാമ്മ ജോലി ചെയ്യണേട്ടാ. അപ്പൊ ഇപ്പോഴും അവരുണ്ട്. ഇപ്പോഴും ഞങ്ങളതിനൊക്കെ അവർക്ക് നല്ല സ്നേഹ, എല്ലാ മക്കളോടും എല്ലാ ജോലിക്കാരോടും നല്ല സ്നേഹമായിരുന്നു അവർക്ക്. നല്ല പോലെ മക്കളെ പോലെയാണ് അവര്. സാറമ്മയും ഡോക്ടർ സാറൊക്കെ സ്നേഹിച്ചിരുന്നത് മക്കളെ പോലെയാണ് ജോലിക്കാരെ സ്നേഹിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ അമ്മമ്മ ഈ കഥ ഇവിടെ നിർത്തട്ടെ. ഇപ്പൊ നമുക്ക് ഉഷേച്ചിനെ ഇനി എന്തെങ്കിലും നമുക്ക് വരുമ്പോ കാണാം ട്ടാ. അപ്പൊ അമ്മാമ്മ ഇപ്പൊ ഇവിടെ നിർത്തട്ടെ കഥ. ഇനി ഇത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു കഥയാണ്. അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അയൽവക്കക്കാര് നല്ല അയൽവക്കക്കാരായത് കൊണ്ടല്ലേ അവർക്ക് നല്ലതിൽ പോലെ ആ മാഷിനും ടീച്ചർക്കും മരിക്കാൻ പറ്റിയത്. അപ്പൊ നമ്മളെല്ലാവരും നല്ല അയൽവക്കക്കാരാവണം ട്ടാ. നല്ലോണം നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ച് എന്താവശ്യങ്ങളുണ്ടെങ്കിലും കണ്ടറിഞ്ഞ് നമുക്ക് അവരെ സ്നേഹിച്ച് അവരെ കൂടെ നമുക്ക് ഒരാളായിട്ട് ജീവിക്കാം ട്ടാ. നല്ല അയൽവക്കക്കാരായിട്ട് ജീവിക്കാം നമുക്ക് കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് കഥ ഇവിടെ നിർത്തുക. അപ്പൊ നമ്മുടെ കഥ ഇവിടെ നിർത്താം ട്ടോ. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ട്ടാ. ഓക്കെ, താങ്ക് യു.